വെള്ളാപ്പള്ളി നടേശന്റെ വസതിക്ക് സമീപമുള്ള SNDP യോഗത്തിന്റെ ഓഫീസിലേക്ക് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ 10,000-ഓളം പ്രവർത്തകരെ അണിനിരത്തി ബഹുജന മാർച്ച് നടത്താനാണ് സംഘടന തീരുമാനിച്ചിരുന്നതും തയ്യാറെടുപ്പ് പൂർത്തിയാക്കിയതും. എന്നാൽ ഈ ബഹുജന മാർച്ചിനെ ഭയപ്പാടോടെ കണ്ടാണ് സർക്കാരിന് നിരോധനം ഏർപ്പെടുത്തേണ്ടി വന്നത്. ഈ ബഹുജന മുന്നേറ്റം വെള്ളാപ്പള്ളി അനുകൂലികളെയും ആശങ്കയിലാക്കി. ഈ ആശങ്ക മുന്നിൽ കണ്ടാണ് തിരിച്ചുള്ള പ്രതിരോധത്തിന് അവർ തീരുമാനിച്ചതും തയ്യാറായതും. എന്നാൽ വേണ്ടത്ര സമുദായ പിന്തുണ ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ വെള്ളാപ്പള്ളി അനുകൂലികൾ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ബഹുജന മുന്നേറ്റം എങ്ങനെ തടയാം എന്ന കുടില ചിന്തയിലായിരുന്നു. ഇതിനായാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ വിനോദിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചതും. വിളംബര ജാഥയ്ക്ക് നേരെ നടത്തിയ കരിങ്കൊടി പ്രതിഷേധവും ഭയപ്പാടിന്റെ ഭാഗമായിരുന്നു. ഇന്ന് നടക്കാനിരുന്ന 2 മാർച്ചുകളും കലാപത്തിന് വഴിയുണ്ടാക്കും എന്ന് മനസ്സിലാക്കിയും കൂടിയാണ് സർക്കാരിന് നിരോധനം എന്ന തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത്. തുടർന്നാണ് ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ആലപ്പുഴ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ മാർച്ചിന് അനുമതി നിഷേധിച്ചത്. ഇരു കൂട്ടരും തമ്മിലുള്ള സംഘർഷത്തിന് ഇടയാക്കുമെന്ന് ജില്ലാ ഭരണകൂടം വിലയിരുത്തുകയും ചെയ്തു. 10,000-കണക്കിന് ആളുകളാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംഘടിപ്പിക്കുന്ന മാർച്ചിൽ പങ്കെടുക്കാൻ എത്താനിരുന്നത്. എന്നാൽ ഇത്രയധികം ജനങ്ങളെ സംഘടിപ്പിക്കാൻ വെള്ളാപ്പള്ളി നടേശന് കഴിയാതെയും പോയി. സമുദായത്തിന്റെ പിന്തുണ നഷ്ടമായെന്നും വെള്ളാപ്പള്ളിയും അനുകൂലികളും മനസ്സിലാക്കുകയും ചെയ്തു. ഇതും വെള്ളാപ്പള്ളിയെ വല്ലാത്ത ഭയപ്പാടിലാക്കി. അതേസമയം വെള്ളാപ്പള്ളി നടേശന്റെ ശ്രീനാരായണീയ വിരുദ്ധ നിലപാടുകൾക്കെതിരായ സമരപരിപാടികൾ തുടരുമെന്നാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി അറിയിച്ചിട്ടുള്ളത്. ഭാവി പരിപാടികളും തുടർ സമരങ്ങളും ഇന്ന് ചേരുന്ന ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിക്കും. ശ്രീനാരായണ സഹോദര ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലനും സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ വിനോദും വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കും.